നമസ്കാരം. സൈലേഷ് കൊലാനു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹിറ്റ് ദ ഫസ്റ്റ് കേസ് റിലീസ് ചെയ്യുന്നത് 2020-ലാണ്. വിശ്വക് സെൻ, റുഹാനി ശർമ്മ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. 2022-ൽ അതിവിശേഷ്, മീനാക്ഷി ചൗധരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഹിറ്റ് ദ സെക്കൻഡ് കേസ് റിലീസ് ചെയ്തു. രണ്ട് ചിത്രങ്ങളും വിജയിച്ചിരുന്നു എന്നാണ് എൻ്റെ അറിവ്. രണ്ട് ചിത്രങ്ങളുടെയും വീഡിയോ നമ്മൾ മുന്നേ തന്നെ മൺസൂൺ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ യൂണിവേഴ്സിലെ മൂന്നാമത്തെ കേസാണ്, ഹിറ്റ് ദ തേർഡ് കേസ്, ഹോമിസൈഡ് ഇന്റർവെൻഷൻ ടീം. ഓരോ കഥയിലും പുതിയ കേസുകളും അതിൻ്റെ അന്വേഷണങ്ങളുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും കണ്ടില്ലെങ്കിൽ പോലും മൂന്നാം ഭാഗം പരിഗണിക്കാവുന്നതാണ്. ആദ്യത്തെ രണ്ട് ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ വൈസ് കുറെ കൂടെ ഗ്രാൻഡ് ആയാണ് മൂന്നാമത്തെ കേസ് വന്നിരിക്കുന്നത്. സൈലേഷ് കൊലാനു തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. നാനി, ശ്രീനിധി ഷെട്ടി, സമുദ്രക്കനി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. സിനിമയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ മലയാളം ഡബ്ബിങ്ങിനെ കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. കേരളത്തിൽ മിക്ക സ്ഥലത്തും മലയാളം ഡബ്ഡ് വേർഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. തീർത്തും തട്ടിക്കൂട്ട് ഡബ്ബിംഗ്. പലയിടത്തും നായികയും നായകനുമൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് സ്ക്രീനിലെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടാലും ശബ്ദമൊന്നും പുറത്തു വരുന്നില്ലല്ലോ എന്നുള്ള അവസ്ഥ. സംഭാഷണങ്ങൾ ജസ്റ്റ് ഒന്ന് മലയാളത്തിലേക്ക് മാറ്റുക മാത്രമാണ് ഉണ്ടായത്. മലയാളീകരിക്കുക എന്ന പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ട് പല സംഭവങ്ങളും പഞ്ചില്ലാതെ പോകുന്നുമുണ്ട്. ഡയലോഗ്സിലൂടെ കുറച്ച് പരിപാടികൾ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ അത് ആ ഒരു പഞ്ചിൽ ലഭിക്കാത്തത് ഒരു പ്രശ്നമായിരുന്നു. കഥയും കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കാമെന്നത് ശരിയാണ്. അപ്പോൾ ഇനി സിനിമയുടെ മറ്റ് വിശേഷങ്ങളിലേക്ക്. അർജുൻ സർക്കാരാണ് ചിത്രത്തിലെ നായക കഥാപാത്രം. തുടക്കം എന്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആസ്വാദനത്തെ ബാധിച്ചേക്കാം എന്നതിനാൽ തീർച്ചയായും ഞാനതിന് മുതിരുന്നില്ല. അന്വേഷണ ടീമിനെ നമ്മൾ പരിചയപ്പെടുന്നു. തേർഡ് കേസിലെത്തുമ്പോൾ വയലൻസ് കൂടുതലാണ്. കൊലപാതകങ്ങളും ആ ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതും. അർജുൻ സർക്കാർ കുറെ കൂടെ റഫാണ്. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ അച്ഛൻ മകന് വേണ്ടി വിവാഹാലോചനകളൊക്കെ കൊണ്ടുവരുന്നു. ഇതാണ് ഒരു പശ്ചാത്തലം എന്ന് പറയാൻ പറ്റുന്നത്. എനിക്ക് തോന്നിയ ഒരു സംഗതി, കേസന്വേഷണം എന്നതിനൊപ്പം തന്നെ ഒരു ആക്ഷൻ ത്രില്ലർ എന്ന നിലയിലാണ് സിനിമ അവതരിപ്പിക്കപ്പെടുന്നത്. വയലൻസിന് വലിയ പ്രാധാന്യമുണ്ട് സിനിമയിൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ നോക്കുകയാണെങ്കിൽ. ആദ്യത്തെ രണ്ട് കേസുകൾ നോക്കിയാലും വാച്ചബിൾ സിനിമ എന്നതിനപ്പുറത്തേക്ക് വലിയ എക്സൈറ്റ്മെന്റ് സമ്മാനിച്ച സിനിമകളല്ല. മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒട്ടേറെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളൊക്കെ കാണുന്നു എന്നതുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് ആ സിനിമകളൊന്നും തോന്നിയിരുന്നില്ല എന്ന് മാത്രം. നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്നാമത്തെ കേസിലെത്തുമ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റി മുന്നേറുന്നുണ്ട്. അപ്പോഴും ഓവറോൾ വാച്ചബിൾ സിനിമ എന്ന നിലയിലേക്ക് മാത്രമേ അനുഭവപ്പെട്ടതുമുള്ളൂ. നാനിയാണ് പ്രധാന കഥാപാത്രമായ അർജുൻ സർക്കാരായി എത്തുന്നത്. സിനിമ ഒരു കണക്കിന് നാനിയുടെ വൺ മാൻ ഷോ ആണ് എന്നുകൂടെ പറയാം. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നതിനൊപ്പം തന്നെ ആ കഥാപാത്രത്തിന്റെ ചില സവിശേഷതകൾ കൂടെയുണ്ട്. ഉദാഹരണത്തിന് അയാളുടെ ആരോഗ്യകാര്യത്തിലൊക്കെ അയാൾക്ക് തന്നെ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ, അതിൻ്റെ പിറകെയുള്ള അന്വേഷണങ്ങൾ, ആ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നതൊക്കെ ലൈവായി തന്നെ അതൊക്കെ കൊണ്ടുപോയിട്ടുമുണ്ട്. സ്വഭാവത്തിൽ എക്സ്ട്രീം പരിപാടികളിലേക്ക് പോകുമ്പോഴും ഒരു ബിലീവബിൾ സ്പേസിൽ ആ കഥാപാത്രത്തെ ഉടനീളം കൊണ്ടുപോകുന്നതിൽ നാനിയുടെ പ്രകടനം പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. സിനിമയുടെ പ്രധാന പോസിറ്റീവും അത് തന്നെയാണ്. ശക്തനായൊരു വില്ലന്റെ അഭാവം സിനിമയിലുണ്ട്. ഒരു ഘട്ടം മുതൽ ആ പ്രകടനം കൂടെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിരിക്കെ കാര്യമായ ഒരു ഇമ്പാക്റ്റ് വില്ലന്റെ വശത്തുനിന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. വേറെയും ഒട്ടനവധി കഥാപാത്രങ്ങൾ സിനിമയിൽ വന്നു പോകുന്നുണ്ടെങ്കിലും കാര്യമായ ഒരു സ്പേസ് സിനിമ നൽകുന്നില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ വേണമെന്ന നിർബന്ധമല്ല, ഇവിടെ അങ്ങനെ ഫീൽ ചെയ്തില്ല എന്നത് പറഞ്ഞു എന്ന് മാത്രം. അതിൽ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിട്ടുള്ളത് നായികയുടെ പോർഷൻസ് തന്നെയാണ്. ആ ഒരു ട്രാക്ക് ഇല്ലെങ്കിൽ പോലും കാര്യമായ മാറ്റങ്ങളൊന്നും സിനിമയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. രണ്ട് അതിഥി താരങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണും, ഓൾറെഡി അറിഞ്ഞില്ലെങ്കിൽ കണ്ടു തന്നെ അറിയുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വിഷ്വൽസ് കിടലായിരുന്നു. പല സ്ഥലങ്ങളിലൂടെ കഥയുടെ ഏടുകൾ നമുക്ക് മുന്നിൽ വരുമ്പോൾ ആ ഒരു ആംബിയൻസ് ഉടനീളം കൊണ്ടുവരുന്നതിൽ ചിത്രം വിജയിക്കുന്നുണ്ട്. രാത്രിയിലെ സീനുകളും ഒരു ഒറിജിനൽ ഫീലോടെ തന്നെ കാണാനും സാധിക്കും. സാനു ജോൺ വർഗീസാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത്. എഡിറ്റിംഗിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, ചില ടെൻഷൻ ക്രിയേറ്റിംഗ് മൊമെന്റ്സ് ഉണ്ട്. അതൊക്കെ ആ ഒരു ഫീലിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതിൽ എഡിറ്റിംഗ് മികച്ചു നിൽക്കുന്നു. പശ്ചാത്തല സംഗീതം മിക്ക സ്ഥലത്തും ഒരു ത്രില്ലിംഗ് മൂഡ് നൽകി തന്നെ പോകുന്നുമുണ്ട്. നാലാമത്തെ കേസിലേക്കുള്ളൊരു ലീഡ് വെക്കുന്നതും കൊള്ളാവുന്ന പരിപാടിയായിരുന്നു. മൂന്നാം ഭാഗത്തിലെത്തുമ്പോൾ വലിയൊരു താരം വരുന്നു എന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടെയുണ്ട്. ആദ്യ പകുതി അന്വേഷണം, അതിൽ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ, അതിൻ്റെ ഒരു മിസ്റ്ററി ഒക്കെ രസമായി തന്നെ പോകുന്നുണ്ട്. രണ്ടാം പകുതി എത്തുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥ എന്നതിൽ നിന്നും ഹീറോ എന്നതിലേക്ക് കൂടെ നായകനെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ആദ്യ പകുതിയുടെ ആ ഒരു രസം അത്രത്തോളം രണ്ടാം പകുതിയിൽ ഇല്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് മാറ്റിയെന്നുകൂടെ പറയണം. വയലൻസ് കൂടുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ചില സമയത്ത് കണ്ണടയ്ക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ചിലയിടത്ത് അത്രത്തോളം വേണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഓവറോൾ ഒരു വാച്ചബിൾ സിനിമ എന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കേസ് അന്വേഷണം, അതിലെ മിസ്റ്ററിയൊക്കെ ആയി ആദ്യ പകുതിയിൽ ഒരു ത്രില്ല് നൽകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ കഥയും സംഭവങ്ങളും ഒരു സ്പേസിലേക്ക് ലിമിറ്റ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നമായി തോന്നിയതും. നാനിയുടെ പ്രകടനമാണ് പല ഘട്ടങ്ങളിലും സിനിമയെ സേവ് ചെയ്ത് നിർത്തുന്നത് എന്നതുകൂടെ പറയേണ്ടതുണ്ട്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.